മലയാളത്തിലെ എവർഗ്രീൻ ക്ലാസിക് മൂവിയാണ് മണിച്ചിത്രത്താഴ്. അന്നും ഇന്നും എന്നും. എല്ലാം കൊണ്ട് നിങ്ങൾ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കൊരു ഈ ഒരു ടൈംലെസ് ക്ലാസിക് മൂവി, മലയാളത്തിന്റെ മൂവി വീണ്ടും ഒരു കിടിലൻ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരും. ഒബ്വിയസ്ലി 4K കാണുമ്പോഴത്തേക്കുമുള്ള ആ ഒരു തിയേറ്റർ റിലീസ് ഇത്രയും വലിയൊരു സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കുള്ള നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാന് ഭയങ്കര ഒരു മണിച്ചിത്രത്താഴ് ഫാനാണ്. എന്റെ കരിയർ മാറ്റി മറിച്ച ഒരു മൂവിയാണ്. മണിച്ചിത്രത്താഴാണല്ലോ, ആ ഒരു പ്രശ്നം ഇപ്പോഴും ഉണ്ട്. കാരണം ആ പടത്തിന് അത്രയും ക്വാളിറ്റി ആയിട്ടാണ് ആ പടം ചെയ്തിരിക്കുന്നത്. അത് ഫാസിൽ സാറിന് ബിഗ് സല്യൂട്ട് കൊടുക്കും. നമ്മള് കൊച്ചിലെ മുതലേ ഇപ്പം ഈ പടം കാണുന്നേ. നമ്മളിപ്പം ആ തിയേറ്ററിൽ നമുക്ക് അല്ല TV കാണുമ്പോഴത്തേക്ക് നമുക്ക് തിയേറ്ററിൽ കാണുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാവും. ആ ഒരു നമുക്ക് മനസ്സിൽ അയ്യോ നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റില്ല. അപ്പൊ എന്റെ അമ്മയൊക്കെ പറയും തിയേറ്ററിൽ കാണാൻ പറ്റില്ലോ, ഞാനൊക്കെ തിയേറ്ററിൽ പോയി കണ്ടേന്ന് പറയും. അപ്പൊ എനിക്കാണെങ്കിൽ ഞാൻ തിയേറ്ററിൽ ഒരു എന്തെങ്കിലും റിലീസ് ആവുമ്പോൾ ഞാൻ പോയി കാണുന്നത് പറയും. അപ്പൊ എനിക്കാണെങ്കിൽ ഈ 4K എക്സ്പീരിയൻസോടെ തന്നെ, അതായത് നല്ല ക്ലാരിറ്റിയോടെ തന്നെ, പിക്ചർ ക്ലാരിറ്റിയോടെ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഓരോ ലെജൻസിനെയും, അത് മഫ്ചേട്ടനൊക്കെ ഉൾപ്പെടെ, തിലകൻ ചേട്ടൻ ഉൾപ്പെടെ നമുക്കിപ്പം തിയേറ്ററിൽ കാണാൻ പറ്റിയപ്പോൾ നമുക്ക് ഓരോ സീൻസ് ക്ലാപ്പോടെ നമ്മൾ കണ്ടത്. അപ്പൊ അത്രയ്ക്ക് നമുക്ക് ആ ഒരു ഇമോഷനോടെ, നമുക്ക് ഫീലോടെ ഓരോ സീൻസും, ലാലന്റെ ആയിരുന്നാലും പോലും ഓരോ സീൻസും, ലാലന്റെ എക്സ്പെൻസ് പോലും നമുക്ക് ഓരോ സീൻസ് നമ്മൾ എൻജോയ് ചെയ്ത് അത്രയും ഒരു ഇതായിട്ടാണ് കണ്ടത്. അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു, ഭയങ്കര ഫീൽ ആയിരുന്നു. സിനിമ മീൻസ് നമ്മൾ 31 വർഷം മുമ്പേ കണ്ട സിനിമയല്ലേ, ഞാൻ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് തിയേറ്ററിൽ കണ്ടില്ല, ആദ്യമായിട്ടാണ് തിയേറ്ററിൽ കാണുന്നത്. ഭയങ്കര രസമായിരുന്നു. ഭയങ്കര രസം മീൻസ് സൗണ്ട് മിക്സിംഗ് ഒക്കെ ഭയങ്കര നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഹൊറർ സീനൊക്കെ വരുമ്പോൾ തിയേറ്റർ സത്യം പറഞ്ഞാൽ കുലുങ്ങുന്നു. ആ രീതിയിൽ സൗണ്ട് മിക്സിംഗ് അവർ ചെയ്തിട്ടുണ്ട്. പാട്ടൊക്കെ ഒരു മുറ വന്ന് പാത്തായ പിന്നെ എല്ലാ പാട്ടൊക്കെ നല്ല രീതിയിൽ അവർ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 1-2 സീന് മാത്രമേ ലാസ്റ്റ് കട്ട് ചെയ്തിട്ടുള്ളൂ. പടം സത്യം പറഞ്ഞാൽ വർത്താണ്. 31 വർഷം ശേഷം കാണുന്നത് ഭയങ്കര സന്തോഷം. വിഷയം ഞാന് ഭയങ്കര ഒരു മണിച്ചിത്രത്താഴ് ഫാനാണ്. എന്റെ കരിയർ മാറ്റി മറിച്ച ഒരു മൂവിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കത് മിസ്സാക്കാൻ പറ്റില്ല തിയേറ്റർ. എന്താ പറയാ, ഞാനിത് കുറെ പ്രാവശ്യം തിയേറ്ററിൽ കണ്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം കേരളീയത്തിലും കണ്ടു. പക്ഷെ അപ്പോഴൊന്നും ഇല്ലാത്ത വേറൊരു എക്സ്പീരിയൻസ് കിട്ടും. കാരണം ഇതിന്റെ ഓഡിയോ ഇവർ അറ്റ്മോസ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതുവരെ ഇതിന്റെ അറ്റ്മോസ് ഓഡിയോ കേൾക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അറ്റ്മോസ് ഓഡിയോ തന്നെയാണ് തിയേറ്ററിൽ ഇതിന്റെ സ്പെഷ്യാലിറ്റി. കാരണം കിണ്ടി വീഴുന്നത്, താക്കോലിട്ട് തുറക്കുന്നത്, ഇവര് മൈന്യൂട്ട് സൗണ്ട്, മാടമ്പള്ളിയിലെ കഥവ് തുറക്കുന്ന ആളടക്കം അതിന്റെ ഒരു എഫക്ട് കിടിലാണ്. പിന്നെ നമ്മളെ വിട്ടുപോയ ഒരുപാട് കലാകാരന്മാരെ കാണാൻ പറ്റും വീണ്ടും. തിലകൻ, പപ്പുച്ചേട്ടൻ, നെടുമുടി മണിച്ചേട്ടൻ, ഇന്നസെന്റ് ചേട്ടൻ, പിന്നെ മോഹൻലാൽ, ശോഭന, സുരേഷ് ഗോപിയുടെ കിടിലൻ പെർഫോമൻസ്. എല്ലാം കൊണ്ട് നിങ്ങൾ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കൊരു ഈ ഒരു ടൈംലെസ് ക്ലാസിക് മൂവി, മലയാളത്തിന്റെ മൂവി വീണ്ടും ഒരു കിടിലൻ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരും. അതിലൊരു മാറ്റമില്ല. കിടിലൻ തിയേറ്റർ വെർത്ത് എക്സ്പീരിയൻസ്. നല്ലൊരു അനുഭവമായിരുന്നു. പഴയ ഒത്തിരി തവണ കണ്ടിട്ടുള്ള സിനിമയാണ്. ഈ സിനിമ ഇറങ്ങുമ്പോൾ എനിക്ക് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പൊ അന്നത്തെ ഒരു ചെറിയൊരു ഓർമ്മകളേ ഉള്ളൂ. പിന്നെ അന്ന് ആകാശവാണിയിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റഡ് വന്ന ഒരു ശ്രോതാക്കളുടെ പരിപാടി റിക്വസ്റ്റ് ചെയ്യുന്ന പാട്ടുകളൊക്കെ ഉള്ള ഒരു ഇതാണ്. അപ്പൊ ഒരു നൊസ്റ്റാൾജിയ, ഒരു റീവിസിറ്റഡ് അങ്ങനത്തെ ഒരു അനുഭവമാണ് എന്നെ സംബന്ധിച്ചത്. പിന്നെ നല്ല ഒരു ക്വാളിറ്റി അവർ കണ്ടന്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ദേവദൂതനെ പോലെ തന്നെ ഏകദേശം അത്രയും ഒരു സൗണ്ടിന്റെ വന്നില്ലെങ്കിൽ ഏകദേശം നല്ല രീതിയിൽ തന്നെ ഇത് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു നൊസ്റ്റാൾജിയൊക്കെ ഒന്ന് റീവിസിറ്റ് ചെയ്തു. അതെ, ചെറുപ്പത്തിൽ ഞാൻ അന്ന് തിയേറ്ററിൽ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ TVയിലൊക്കെ വന്നപ്പോഴാണ് പിന്നെ കണ്ടിട്ടുള്ളത്. ഫസ്റ്റ് ടൈം കാണുന്നതായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് വളരെ നന്നായിരുന്നു. അടിപൊളിയായിരുന്നു. നമ്മൾ സാധാ കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ അപ്രീസിയേഷൻ തിയേറ്ററിൽ കിട്ടിയിട്ടുണ്ട്. കാരണം മണിച്ചിത്രത്താഴാണല്ലോ, ആ ഒരു പ്രശ്നം ഇപ്പോഴും ഉണ്ട്. ഇല്ല നന്നായിരുന്നു. ഇത്രയും വർഷത്തിന് ശേഷം കണ്ടില്ല. അതിന്റെ ഒരു ഫീലൊക്കെ അതേപടി തന്നെ ഉണ്ട്. അടിപൊളി, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒബ്വിയസ്ലി 4K കാണുമ്പോഴത്തേക്കുമുള്ള ആ ഒരു തിയേറ്റർ റിലീസ് ഇത്രയും വലിയൊരു സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കുള്ള നല്ല എക്സ്പീരിയൻസ് ആണ്. സൗണ്ട് എഫക്ട്സ് ആയാലും വിഷ്വൽസ് ആയാലും പിന്നെ ശോഭന മോമിന്റെ ഒബ്വിയസ്ലി നമ്മുടെ ലാലേട്ടൻ എല്ലാവരുടെയും കോമ്പോ വരുമ്പോഴത്തേക്കും കാണും ഒരുപാട്. എന്തോ ഞാൻ സെക്കൻഡ് ടൈം ആണ്, ലൈക്ക് കേരളീയം ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ കണ്ടായിരുന്നു. സെക്കൻഡ് ടൈം തിയേറ്ററിൽ കാണുന്നത് അടിപൊളിയായിരുന്നു. കാരണം മലയാളത്തിലെ എവർഗ്രീൻ ക്ലാസിക് മൂവിയാണ് മണിച്ചിത്രത്താഴ്. അന്നും ഇന്നും എന്നും. കാരണം ലാലേട്ടനും ശോഭന ആ കോംബോ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ പടത്തിലെ ശോഭന തന്നെയാണ് ഹൈലൈറ്റ്. ശോഭന ആയിരുന്നാലും ഡോക്ടർ സണ്ണിയായിട്ടും ലാലേട്ടനായിരുന്നാലും കുറെ തവണ TVയിലും നമ്മൾ മൊബൈലിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും വീണ്ടും കാണാൻ ഒരു ആഗ്രഹമുണ്ട് 4Kയിൽ. കാരണം ഞാൻ ജനിക്കുന്നതിനും 1 വർഷം മുന്നേ ഇറങ്ങിയ പടമാണ്. തിയേറ്ററിൽ കണ്ടിട്ടില്ല, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആ ഒരു ആഗ്രഹത്തിൽ വന്നതാണ്. ഫ്രഷ് ഫീൽ ചെയ്യുന്നുണ്ട് അന്നും ഇന്നും. കാരണം ആ പടത്തിന് അത്രയും ക്വാളിറ്റി ആയിട്ടാണ് ആ പടം ചെയ്തിരിക്കുന്നത്. അത് ഫാസിൽ സാറിന് ബിഗ് സല്യൂട്ട് കൊടുക്കും. കൊള്ളായിരുന്നു, മൂവി കൊള്ളാം. നമ്മൾ എപ്പോഴും കണ്ട് മറന്ന സ്റ്റോറിയാണ്. ഈ തിയേറ്ററിൽ കാണാൻ പറ്റിയതുകൊണ്ട് ഒത്തിരി സന്തോഷം. പുതിയൊരു സിനിമ കാണുന്ന ഫീൽ നമുക്ക് സ്റ്റോറി ഓൾറെഡി അറിയാമല്ലോ എന്താണ് അടുത്ത് സംഭവിക്കുന്നത്. ഇനി ഈ തിയേറ്ററിൽ കണ്ടതുകൊണ്ട് അത്രയും നല്ല ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കര ഇതായിരുന്നു. ഓഡിയൻസും നല്ല അതില് മറ്റേ രോമാഞ്ചം കഞ്ചു പോകുന്നത് പോലെ ഭയങ്കര ഉള്ളിൽ നിന്നൊരു ഫീലിംഗ് ആയിരുന്നു.